സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഈ ഫുട്ബോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആണ്. ഓക്കെ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫുട്ബോൾ മാച്ച് കളിക്കുമ്പോൾ നമ്മളൊക്കെ സ്റ്റെൻഡിങ് ലോങ് റേഞ്ച് ഷോട്ട് അടിക്കാറുണ്ട്. ഒക്കെ ഒരു 50% മാത്രമാണ് ഈ ലോങ് റേഞ്ച് സ്റ്റെൻഡിങ് ഷൂട്ടൊക്കെ ഗോളായി മാറാറുള്ളത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 85% അല്ലെങ്കിൽ ഒരു 90% ഗോളായി മാറും. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മളിതൊരു സീരിയസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫുട്ബോൾ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഡെയിലി ചെറിയ ചെറിയ ടിപ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഫുട്ബോൾ മാച്ച് നമുക്ക് ഓൺലൈനായിട്ട് കളിക്കാം. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിട്ട് പോവാം. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ ലെറ്റ്സ് ഗോ ദ വീഡിയോ ഗൈസ്. അങ്ങനെ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അടിക്കുന്ന ഒരു 90% സ്റ്റെൻഡിങ് ഷോട്ട്സ് നമുക്ക് ഗോളാക്കി മാറ്റാം നോക്കാം. ഓക്കെ, ഫസ്റ്റിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിമം ഡിസ്റ്റൻസ്, ഞാൻ ഈ കാണിക്കുന്ന മിനിമം ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക, എന്നാൽ മാത്രമാണ് പെർഫെക്റ്റ് ഗോളായി മാറുക. ഗൈസ്, നെക്സ്റ്റ് പറയുന്ന കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ CFൽ ഈ സ്കില്ലുള്ള പ്ലെയർ ആണ് നിങ്ങൾ കൺഫേം ആക്കുക. ഓക്കെ, 100% നിങ്ങൾ കൺഫേം ആക്കാം. ഓക്കെ, സ്കിൽ ഇതാണ്, റേസിംഗ് ഷൂട്ടാണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ട്രിക്ക് വർക്കാവുക. ഓക്കെ, ഈ സ്കില്ലാണ് മസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയുള്ള നമ്മുടെ സ്റ്റെൻഡിങ് ലോങ് റേഞ്ച് ഷൂട്ടിങ്ങിന്റെ ടിപ്സ്. മെയിനായിട്ട് ടിപ്സ് എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒരു ബേസിക് കാര്യമാണ്. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് ഇത്ര ഞാൻ ഈ കാണിച്ച ഇത്ര ഡിസ്റ്റൻസ് ഇട്ട് മാത്രം നിങ്ങൾ ലോങ് റേഞ്ച് സ്റ്റെൻഡിങ് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയാൽ നിങ്ങൾക്ക് ഒന്നും പാടെ ഈസി ആയി. പിന്നെ പറയാൻ ജസ്റ്റ് ഏത് പ്ലെയർ എടുക്കുകയാണെങ്കിൽ കൂടി ആ പ്ലെയറിന് ഈ സ്കില്ല് വേണം, റേസിംഗ് ഷൂട്ട് വേണം. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒരു ടിപ്സാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ റേസിംഗ് ഷൂട്ടുള്ള പ്ലെയറാണ് നമ്മുടെ സ്റ്റെൻഡിങ് ഷൂട്ടിന് ബെറ്റർ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ, സൈനിങ് ഔട്ട്.